ടോഷ്മാസ് കിച്ചണിൽ ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു കോഴിക്കോടൻ സുലൈമാനിയാണ്. സുലൈമാനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാനീയമാണ്. ഇത് നമ്മൾ നല്ല ബിരിയാണി എല്ലാം കഴിച്ച് നല്ല ഹെവി ആയിട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇത് ഡൈജഷനും ഒക്കെ നല്ലതാണ്. ഇതിന് ചെറിയൊരു മസാല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് അത് തിളപ്പിക്കാം. തീ കത്തിക്കാം. ഇനി ഇതിലേക്ക് കറുവാപ്പട്ടയുടെ ഒരു ചെറിയ കഷ്ണങ്ങൾ 3 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതുപോലെ 2 ഏലക്ക, 2 ഗ്രാമ്പു, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ഇഞ്ചിയുണ്ട്, ഇത് ചേർക്കാം. ഇഞ്ചി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തേക്കുന്നതാണിത്. ഇത് നല്ല മൈൽഡ് ടേസ്റ്റാണ്. മസാലയുടെ ഒന്നും അധികം ടേസ്റ്റ് വരരുത്, പക്ഷേ നേരിയ ഒരു ടേസ്റ്റ്, മൈൽഡായിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്ന ഒരു ഡ്രിങ്കാണിത്. പിന്നെ നമുക്ക് പഞ്ചസാര, ഇത് ബ്രൗൺ ഷുഗറാണ്. എപ്പോഴും ഈ സുലൈമാനിയുടെയൊക്കെ കൂടെ വൈറ്റ് ഷുഗറിനേലും നല്ലത് നമ്മുടെ ബ്രൗൺ ഷുഗറാണ്. അതിൻ്റെ ഒരു ടേസ്റ്റാണ്. വൈറ്റ് ഷുഗറിൻ്റെ അത്രയും മധുരത്തിനൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പച്ചമാങ്ങയുടെ പുളിയും വിനാഗിരിയുടെ പുളിയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന പോലെ തന്നെ ഈ മധുരത്തിനും ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. എപ്പോഴും ഈ ബ്രൗൺ ഷുഗറാണ് കൂടുതൽ ചേരുന്നത് സുലൈമാനിയുടെയൊക്കെ ടേസ്റ്റിന്. ഇത് 2 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കട്ടെ. ഇതാ നമ്മുടെ ഈ ഇഞ്ചിയും അതുപോലെ ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട ഇതെല്ലാം ചേർത്ത് നമ്മൾ ബ്രൗൺ ഷുഗറും ഒക്കെ ചേർത്തു നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചായപ്പൊടി 1 ടീസ്പൂൺ കടുപ്പം വേണം എന്നുള്ളവർക്ക് ചേർക്കാം, പക്ഷേ മൈൽഡ് ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അധികം ചേർക്കാതെ ലൈറ്റായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതൊരു കാശ്മീരി കാവ എന്ന് പറഞ്ഞിട്ടൊരു ടീ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഡേറ്റ്സും അതുപോലെ ബ്ലാക്ക് പെപ്പറും കുരുമുളകും ഒക്കെ ചേർത്തിട്ട് വേറെ മധുരമൊന്നും ചേർക്കാത്ത ഒരു ഡ്രിങ്കാണ്. അത് മോഡിഫൈ ചെയ്ത് അതിൻ്റെ ഒരു വേറെ വേർഷനാണ് നമ്മുടെ ഈ സുലൈമാനി ടീ. ഇനി നമുക്കിതിലേക്ക് നാരങ്ങാനീര് ചേർക്കണം. നാരങ്ങാനീരും ഒരു 1/2 ടീസ്പൂണിൻ്റെ മുകളിലൊന്ന് ചേർത്താൽ മതി, അധികം ചേർക്കേണ്ട ആവശ്യമില്ല. നാരങ്ങാനീര് ചേർക്കുമ്പം ശരിക്കും കളർ ചേഞ്ച് ഉണ്ടാവും. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിക്കാം. ഇനി ഇത് നമുക്ക് ഒരു കപ്പിലേക്ക് പകർത്താം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് സുലൈമാനി ടീ ആണ്. ഇത് വളരെ മൈൽഡ് ടേസ്റ്റുള്ള മസാലയുടെയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.